എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ 242ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ലോകത്ത് വെച്ച് തന്നെ നടന്ന ഒരു വലിയ സംഭവമാണ്. ലോകം ഒട്ടുക്കെ എടുത്താലും ഇങ്ങനെ ഒരു സംഭവം വേറെ എവിടെയും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതാണ് ഈ ഈശാ യോഗ സെൻറ്റർ കോയമ്പത്തൂരിലുള്ള ധ്യാനലിംഗയുടെ പ്രതിഷ്ഠ. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ധ്യാനലിംഗയുടെ അടുത്ത് പോയി പല പ്രാവശ്യം ഇരുന്ന് ധ്യാനിച്ചിട്ടുണ്ട്. അപ്പം ഇതൊക്കെ പുതിയതായിട്ട് അറിയുമ്പം നമുക്കൊരു സന്തോഷം. അതുമാത്രമല്ല, ഇതിനെക്കുറിച്ച് കുറേ പ്രത്യേകം ബുക്കുകൾ എഴുതിയിട്ടുണ്ട്. അതെല്ലാം ഞാനെടുത്ത് വായിച്ചിട്ടുണ്ട്. ബുക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ കുറച്ചും കൂടെ വേറെ ഒരു ആംഗിളിലാണ് സദ്ഗുരു പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ധ്യാനലിംഗ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഈ അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്നത് പോലെ അല്ല. അമ്പലത്തിൽ പ്രാണപ്രതിഷ്ഠ ചെയ്യുമ്പം അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മന്ത്രങ്ങളുണ്ട്, തകിടുകൾ എഴുതി വയ്ക്കും. ഇവിടെ അതൊന്നുമില്ല. മന്ത്രം, തന്ത്രം, യന്ത്രം ഒന്നുമില്ല. എല്ലാം എനർജിയാണ്. എനർജി എന്ന് വെച്ചാൽ ശക്തി. അപ്പം ഈ എനർജിയെ കൂട്ടി ഒരാളിൻ്റെ ദേഹത്ത് എനർജിയെ കൂട്ടി ആ എനർജിയെ ധ്യാനലിംഗത്തിന് നൽകുക, പകർന്നു കൊടുക്കുക, പങ്കിടുക. അങ്ങോട്ട് കൊടുക്കുക, പങ്കിടുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുക. അതാണ് കോൺസെക്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് അമ്പലങ്ങളിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയോട് നമ്മൾ ഒത്തുനോക്കാൻ പാടില്ല. ഇത് ടോട്ടലി ഡിഫറൻ്റാണ്. ഓക്കെ. അപ്പം ഇതിൽ ഈ ധ്യാനലിംഗയിൽ 7 ചക്രാസ് ഉണ്ട്. നമ്മുടെ ദേഹത്തും സുഷുമ്നയിൽ മെയിനായിട്ട് 7 ചക്രാസ് ഉണ്ട്. അപ്പം ഈ 7 ചക്രാസിൻ്റെ റെപ്രസെൻറ്റേഷനാണ് ഈ ധ്യാനലിംഗയിൽ ഉള്ളത്. അത് നമുക്ക് കാണാം. ഓരോ ലൈനായിട്ട് ഇട്ടേക്കും. ഞാൻ ആദ്യം പോയ ഉടനെ തന്നെ എണ്ണി നോക്കി 7 എണ്ണമാണോ എങ്ങനെയാണ് തന്നിരിക്കുന്നതെന്നൊക്കെ. അപ്പം അത് നല്ല ക്ലിയറായിട്ട് മനസ്സിലായി. ഇതിൽ ഇപ്പം ഞാൻ ചക്ര ഹീലിംഗ് ക്ലാസ് എടുക്കാൻ പോകുന്നതും ഇതേ ചക്രാസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ കുറേ ഷോർട്സുകൾ ഇടുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മുടെ ചാനലിൽ നോക്കാൻ സമയമില്ലാത്തവർ വേണമെങ്കിൽ ഷോർട്സ് നോക്കിയെങ്കിലും ആ ചക്ര ഹീലിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യട്ടെ എന്നുള്ള ഒറ്റ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഇടുന്നത്. അതായത് ചക്ര ഹീലിംഗ് എന്ന് പറയുന്നത് വലിയ ഒരു സംഭവമാണ്. അത് നമുക്ക് സ്വയം ചെയ്യാനുള്ളതാണ്, സ്വയം ചെയ്യാൻ ഒക്കുന്നതാണ്. അപ്പം നമ്മൾ തന്നെയാണ്. വേറെ ഒരാൾ സ്ക്രൂ ഡ്രൈവറും നട്ടും ബോൾട്ടും കൊണ്ടുവന്ന് നമ്മുടെ ചക്രാസിനെ ശരിയാക്കാനൊക്കത്തില്ല, ആക്ടിവേറ്റ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ സ്വയം ചെയ്തോണം. അതുകൊണ്ടാണ് അത് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചക്ര ഹീലിംഗ് എന്ന് പറയുന്നതും ഇതുപോലത്തെ ഈ എനർജിയെ വെച്ച് ശരിയാക്കുന്നതാണ്. ഇതിൽ ഒരു വ്യത്യാസം സദ്ഗുരു പറയുന്നത്, നമ്മുടെ ദേഹത്തുള്ള ചക്രാസിലെ കാർമിക് സബ്സ്റ്റൻസ് ഉണ്ട്. ഈ കാർമിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തുവാ? കർമ്മ എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്നത്. കർമ്മയെക്കുറിച്ച് കുറേ വീഡിയോകൾ നമ്മൾ കണ്ടു. ഓക്കെ. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ജീവിതം എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി എടുക്കാൻ പറ്റി. ഒരുപാട് പേർക്ക് അതിൽ ഒരു ക്ലാരിറ്റി കിട്ടി. എനിക്ക് വളരെയധികം ഫീഡ്ബാക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പ് ഓഫ് എപ്പിസോഡ്സാണ് ഈ കർമ്മയെക്കുറിച്ച്. എന്നുവെച്ചാൽ അത് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള സംഗതിയാണ്. അപ്പം ഈ കാർമിക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കർമ്മ അനുസരിച്ച്, നല്ല കർമ്മയാണെങ്കിൽ നല്ലത്, ചീത്ത കർമ്മയാണെങ്കിൽ ചീത്ത എനർജി നമ്മളുടെ ഈ ചക്രാസ് ഉള്ള സ്ഥലങ്ങളിൽ പോയി ലോക്കാകും. മനസ്സിലായി? അതിൻ്റെ പേരാണ് ഈ കാർമിക് സബ്സ്റ്റൻസ് എന്ന് പറയുന്നത്. ഇപ്പം വീട് കെട്ടുന്നു. അപ്പോൾ ചെങ്കല്ലിങ്ങനെ വെച്ച് പോന്നു, കട്ടയിട്ട് പോന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലെ ചാന്ത് കുഴച്ച് പൂശുന്നില്ലേ? വെള്ളവും സിമൻറ്റും ബാക്കി സാധനങ്ങളൊക്കെ എടുത്തിട്ട് കുഴച്ച് ചാന്ത് എന്ന് പറയും. അത് ചാന്ത് വെച്ച് പൂശിയാൽ മാത്രമേ ഈ കട്ടകളെല്ലാം ഒന്നിച്ച് നിൽക്കത്തുള്ളൂ. അതുപോലെ നമ്മളുടെ ദേഹത്തുള്ള ഈ 7 ചക്രാസും
അതാത് രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇപ്പം ഞാൻ പറയുന്നുണ്ട്, ചില സ്വഭാവങ്ങൾ വരുമ്പം അതിൻ്റെ അർത്ഥം ചക്രങ്ങൾ ലോ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. ചിലർ നല്ല സംസാരിക്കും, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നല്ലതായിരിക്കും, അവർക്ക് നല്ല പവർഫുൾ സംസാരമായിരിക്കും, എവിടെ പോയാലും അവരെ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ അർത്ഥം വിശുദ്ധി ചക്ര നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നൊക്കെ ഞാൻ പറയുന്നില്ലയോ. ഇപ്പം ഈ ലോ ലെവലിൽ പ്രവർത്തിക്കുന്നതും ഹൈ ലെവലിൽ പ്രവർത്തിക്കുന്നതിനും കാരണം ആ ചക്രാസിനോട് സംബന്ധിച്ച് ഈ സബ്സ്റ്റൻസാണ്. സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ ഈ നമ്മൾ ചെയ്ത പാവപുണ്യ കർമാക്കളാണ്. അപ്പം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനൊരു 10-15 വർഷത്തിന് മുമ്പേ ഒരു ഗുരുവിൻ്റെ അടുത്ത്, അവരുടെ പേര് വിജയലക്ഷ്മി എന്നാണ്. അവർ നല്ല രീതിയിൽ ഋഷികേശ് അവിടെയൊക്കെ പോയി പഠിച്ചിട്ട് വന്ന് നമുക്ക് ക്ലാസ് എടുത്തു. അത് വന്ന് എപ്പോഴാണോ 2008-ലോ 9-ലോ എങ്ങാണ്ടാണ്. വിജയലക്ഷ്മി പന്ത എന്ന് പറഞ്ഞ് ഒരു ഗുരുവായിരുന്നു. അവരാണ് അവരുടെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യം ഈ ചക്രാസിനെ കുറിച്ച് പഠിച്ചത്. അപ്പോൾ അവർ പറയുന്നത്, ഇപ്പം നമ്മൾ ഈ ചീനച്ചട്ടിയിൽ, ഇപ്പം ചീഞ്ചട്ടിയിലെ എണ്ണ ഒഴിച്ച് നമ്മൾ വറുത്ത് എണ്ണയെല്ലാം കളയുന്നു. അത് നല്ലവണ്ണം എണ്ണയെല്ലാം തുടച്ച് കളഞ്ഞിട്ട് സോപ്പിട്ട് തേച്ച് മെഴുക്കിയെടുത്താലേ ആ എണ്ണപ്പശ ഇല്ലാതിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴും അതിനകത്ത് ഒരു എണ്ണപ്പശ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മളുടെ ചക്രാസിലും ഈ നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയും അങ്ങനെ അതിനെ ഈ ഒരു ഗമ്മ് പോലെ, ഈ പിശിൻ പോലെ അങ്ങനെ ഒട്ടിയിരിക്കും. ഈ ചക്രാസിൽ ഇങ്ങനെ ഒട്ടിയിരിക്കുമ്പം ചക്രാസ് ഫ്രീ ആയിട്ട് ചുറ്റത്തില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, കോസ്മിക് എനർജി വരുമ്പം അത് ക്ലോക്ക് വൈസിൽ ചുറ്റും. നമ്മുടെ ചീത്ത എനർജി വെളിയിൽ പോകണമെങ്കിൽ അത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ചുറ്റും. അപ്പോൾ ഈ ചക്രാസ് എന്ന് പറയുന്നത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന കൊണ്ടാണ് ആ സംഭവത്തിന് ചക്ര എന്ന് തന്നെ പേരിട്ടത്. അപ്പോൾ ഈ ചക്രാസിലുള്ള അടപ്പ് എന്ന് പറയുന്നത് ഈ എണ്ണമെഴുക്ക് പോലെ പിശുക്കുന്ന ഒട്ടിക്കൊണ്ടിരിക്കുന്ന സംഗതികളാണ്. അതിൻ്റെ പേരാണ് ഈ കാർമിക് സബ്സ്റ്റൻസ്. അപ്പം നമ്മളുടെ ദേഹത്തുള്ള ചക്രാസ് എല്ലാം എത്ര ദൂരം നന്നായിട്ട് പ്രവർത്തിക്കുന്നു, എങ്ങനെ ആക്റ്റീവായിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ തീർമാനിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒട്ടിയിരിക്കുന്ന പിശുക്കാണ്. പിശുക്കെന്ന് വെച്ചാൽ ഈ പശ പോലെയുള്ള സാധനം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഓക്കെ, അത് നമ്മുടെ ദേഹത്തുള്ളത്. പക്ഷേ ഒരു ഹ്യൂമൻ സൊസൈറ്റിക്ക് വേണ്ടി, ആൾക്കാർക്ക് വേണ്ടി ഒരു ധ്യാനലിംഗം പ്രതിഷ്ഠ ചെയ്യുന്നു എന്ന് പറയുമ്പം അതിൽ ഈ കാർമിക് സബ്സ്റ്റൻസ് അതിനകത്ത് പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിലേ അപ്പോൾ അത് ആരുടെ കാർമിക് സബ്സ്റ്റൻസ് ആണ്? ചെയ്യുന്ന ആളിൻ്റെയാണോ അല്ല ചെയ്യുന്നവരുടെ കൂടെ ഉള്ള ആളിൻ്റെയാണോ? അത് നമ്മളെയും പോയി ബാധിക്കും. ഞാൻ വളരെ പ്യുവറായിട്ട് നല്ല ചിന്തയോട് നല്ല കുറേ സാധനങ്ങളൊക്കെ ചെയ്തിട്ടേ എൻ്റെ എനർജി ലെവൽ നന്നായിട്ടുണ്ട്. അവിടെ പോയി ഇരുന്ന് ധ്യാനലിംഗത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് ധ്യാനം ചെയ്യുമ്പോഴേ ആ ധ്യാനലിംഗത്തിൽ വേറെ ആൾക്കാരുടെ കാർമിക് സബ്സ്റ്റൻസ് ഉണ്ടെങ്കിൽ അത് എന്നെ ബാധിക്കും, ഇല്ലയോ? അപ്പം ലോകത്തിന് വേണ്ടി, മനുഷ്യർക്ക് വേണ്ടി ഒരു നല്ല സാധനം ചെയ്യുന്നു എന്ന് പറയുമ്പം അതിൽ മനുഷ്യരാണ് ഉണ്ടാക്കുന്നത്. എന്നാലും മനുഷ്യരുടെ ആ കാർമിക് സബ്സ്റ്റൻസ് അതിനകത്ത് ലെവലേശം പോലും കാണരുത്. അതാണല്ലോ ലോജിക്ക്. അങ്ങനെ തന്നെയാണ് സദ്ഗുരുവും വിചാരിച്ചത്. അപ്പം നമ്മളുടെ ഇതിൽ ഈ കാർമിക് സബ്സ്റ്റൻസാണ് അതിനെ സിമൻറ്റ് പോലെ പിടിച്ചു നിർത്തുന്നത്. അപ്പം ഇവിടെ എന്തോ വെച്ച് പിടിച്ചു നിർത്തും. 7 ചക്രാസ് ഉണ്ട്. അപ്പോൾ 7 ചക്രാസിനെയും പിടിച്ചു നിർത്താൻ ഒന്നോടൊന്ന് സിമൻറ്റ് ചെയ്ത് വയ്ക്കാൻ അതിനകത്ത് എന്തുവാ? അതും എനർജി തന്നെയാണ്. അത് കാർമിക് സബ്സ്റ്റൻസ് അല്ല, അത് പ്രാണിക് സബ്സ്റ്റൻസ് ആണ്. പ്രാണിക് സബ്സ്റ്റൻസ് എന്ന് വെച്ചാൽ എന്തുവാ? പ്രാണൻ എന്ന് വെച്ചാൽ എനർജി, അത്രയേ ഉള്ളൂ. സോ അത് മൊത്തം എനർജിയാണ്. എനർജി അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ എനർജി എന്ന് പറയുന്നത് ഇത് എൻ്റെ എനർജിയാണോ, നിൻ്റെ എനർജിയാണോ, സദ്ഗുരുവിൻ്റെ ആണോ, വിജിയുടെ ആണോ, ഭാരതിയുടെ ആണോ, അത് തന്നെ അവിടെ ഉണ്ടോ, ഏത് കളറാ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനർജി ഈസ് ദ സെയിം. എനർജി എല്ലാവർക്കും ഒരുപോലെയാണ്.
യൂണിവേഴ്സിൽ കാണുന്നതെല്ലാം എനർജിയാണ്. ഏതെടുത്താലും എനർജിയും വൈബ്രേഷൻസും ഫ്രീക്വൻസിയുമാണ്. ഞാൻ പണ്ടേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇനിയുള്ള കാലത്ത് നമ്മൾ സംസാരിക്കുന്നതെല്ലാമേ എനർജി, ഫ്രീക്വൻസി, ഈ വൈബ്രേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നമ്മുടെ ലാംഗ്വേജേ മാറാൻ പോവുക. അപ്പം ഇത് സദ്ഗുരുവിൻ്റെ എനർജി വെളുത്തിരിക്കും, വത്സലയുടെ എനർജി മഞ്ഞിച്ചിരിക്കും, അങ്ങനെയൊന്നും പറയാനില്ല. എനർജി തന്നെയാണ്. അത് ആരുടെയാണെങ്കിലും ശരി. അതിൽ 2 വിധം ഉണ്ട്. ഏത്? നല്ല എനർജി ഉണ്ട്, കെട്ട എനർജി ഉണ്ട്. നല്ല കർമ്മ ചെയ്യുമ്പം നല്ല എനർജി ഉണ്ടാകുന്നു, ചീത്ത കർമ്മ ചെയ്യുമ്പം ചീത്ത എനർജി ഉണ്ടാകുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഈ എനർജി എന്ന് പറയുന്നത് ആരുടെയൊക്കെ എനർജി അതിനകത്ത് പോയിട്ടുള്ളത്? സദ്ഗുരുവിൻ്റെ എനർജി. ഇപ്പം വിജിക്ക് പകരം വിജിയുടെ ഫ്ലേവറിൽ ഉണ്ടാക്കിയ വിജിയുടെ റെപ്രസെൻറ്റേഷനായിട്ടുള്ള എനർജി, അതും സദ്ഗുരുവിൻ്റെ ദേഹത്തു നിന്ന് വരുന്നതാണ്. അതുമാത്രമല്ല ഭാരതിയുടെ എനർജി. ഈ 3 പേരേ ഉള്ളൂ ഫൈനലായിട്ട് ഈ ധ്യാനലിംഗത്തിന് എനർജി നൽകാൻ. ഇവർ 3 പേരേ ഉള്ളൂ. അതിന് ഒരാൾ ഫിസിക്കലായിട്ടില്ല, മരിച്ചുപോയി. അതുമാത്രമല്ല മഹാസമാധി ആയതുകൊണ്ട് അവരുടെ എനർജിയെ നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അങ്ങനെ. അപ്പം 3 ത്രെഡാണ് അവിടെ വേണ്ടിയത്. 3 ത്രെഡ് എന്ന് വെച്ചാലേ, ഇപ്പം നമ്മളൊരു ഒരു പ്ലാസ്റ്റിക് ബാഗിനകത്ത് കുറച്ച് സാമ്പാർ ഒഴിക്കുന്നു. സാമ്പാർ ഒഴിച്ചേ അതിൻ്റെ വായി കെട്ടണ്ടേ, അല്ലെങ്കിൽ അത് ഒലിച്ചു പോകത്തില്ലേ? അപ്പോൾ ഈ വായി കെട്ടാൻ നമുക്ക് റബ്ബർ ബാൻഡ് വേണം, അല്ലെങ്കിൽ നൂല് വേണം, ഇല്ല? അതുപോലെ ഇവിടുത്തെ എനർജിയെ ലോക്ക് ചെയ്ത് വയ്ക്കാൻ 3 ത്രെഡ് വേണം, 3 നൂല് വേണം. ആ 3 നൂല് എന്ന് പറയുന്നത് എന്തുവാ? ഈ 3 പേരുടെ നാഡിയാണ്. അപ്പം അതിൽ 3 പേരിൽ ഒരാൾ ഇല്ല, 2 പേരേ ഉള്ളൂ. ഈ 2 പേരുടെ ദേഹത്തുള്ള നാഡീനെ എടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കളിച്ച കാര്യമല്ല. ഇപ്പം എനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട്. ഭാരതി വാസ് ബോൺ വിത്ത് 2 നാഡീസ്. പിങ്കള നാഡി 2 ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. അതായത് ഒരു നാഡിയിലുള്ള എനർജിയെ ധ്യാനലിംഗത്തിലേക്ക് പകർന്നു കൊടുക്കാനാണ്. ഓക്കെ, പിന്നെ സദ്ഗുരുവിൻ്റെ ഇഷ്ടം പോലെ എത്ര വേണമെങ്കിലും എനർജി ഉണ്ടാക്കാം. അപ്പോൾ സദ്ഗുരു പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ ഒരാളൊന്നുമല്ല, ആകെ എനിക്കറിയാവുന്നത് ഒരു ലാംഗ്വേജാണ്, ഒരേ ഒരു ഭാഷയാണ് എനിക്കറിയാവുന്നത്. എന്തൊരു ഭാഷ? എനർജി ഭാഷ. എനർജി എന്ന് വെച്ചാൽ ശക്തി. ഈ ശക്തിയെ കൂട്ടുന്നത്, കുറയ്ക്കുന്നത്, ഈ ചക്രാസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്, ചക്രാസിനെ വെച്ച് കളിക്കുന്നത്, ഇത് മാത്രമേ എനിക്കറിയാവൂ എന്ന് പല പ്രാവശ്യം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. സദ്ഗുരുവിൻ്റെ നോളേജ് വേറെ, അറിവ് വേറെ, ജ്ഞാനം വേറെ. അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നത് എൻലൈറ്റൻഡ് പേഴ്സണാണ്, അതുകൊണ്ട് അതൊക്കെ വേറെയാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഈ യോഗ എന്ന് യോഗ പഠിപ്പിച്ച് കൊടുത്തതിൻ്റെ എല്ലാ അർത്ഥം നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. 13 വയസ്സിൽ ഒരു വയസ്സായ ഒരാളിൻ്റെ പിന്നാലെ പൂച്ചക്കുട്ടിയുടെ കൂട്ടാണ് ഞാൻ പോയത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് പഠിച്ച യോഗ ഒരു ദിവസം പോലും ഇദ്ദേഹം വിടാതെ ചെയ്ത് തന്നെത്താനെ എനർജിയെ ചേർത്ത് വെച്ചു, ഉണ്ടാക്കി ചേർത്ത് വെച്ചു. അതും ഇപ്പോൾ കോൺസെൻട്രേഷൻ എന്ന് വരുമ്പം അതിന് ഒരുപാട് എനർജി ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. അപ്പം 3 ത്രെഡ് ഈ 3 പേരുടെ ആയിട്ട് എടുത്തു വെച്ചു. പിന്നെ അതുമാത്രമല്ല, ഒരു നാഡി ഒരാളിൻ്റെ ദേഹത്തുനിന്ന് മാറ്റുന്നു എന്ന് പറയുമ്പം ആ ദേഹത്തിനെയെ നശിപ്പിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. അപ്പം നമുക്ക് ആളും ജീവിച്ചിരിക്കണം, അതേസമയത്ത് അവരുടെ എനർജിയും വേണം, അവരുടെ നാഡിയുടെ വൈബ്രേഷൻസും വേണം. അങ്ങനെയൊക്കെ പറയുമ്പം വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരുപാട്, അതായത് ഈ എന്താ ഒരു മുടിയുടെ പുറത്ത് നമ്മൾ നടക്കുന്നു എന്ന് വെച്ചോണം. അപ്പോൾ അങ്ങനെ എത്ര കെയർഫുള്ളായിട്ടിരിക്കും? അത് തന്നെ നടക്കാൻ തന്നെ പറ്റുമോ? അത്രയ്ക്ക് കെയർഫുള്ളായിട്ടാണ് ഈ ദേഹത്തുള്ള എനർജിയെ വെച്ച് ഉള്ള കളി. അപ്പം ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു. സദ്ഗുരുവായിട്ടിരിക്കണം, വിജിയുടെ എനർജി ആയിട്ടിരിക്കണം, പിന്നെ
ധ്യാനലിംഗം ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാനുള്ള ഗുരുവായിട്ടിരിക്കണം, മറ്റവർക്കെല്ലാം അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കണം, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ പല 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 റോളുകളാണ്. അഷ്ടാവധാനി എന്ന് പറയുന്ന പോലെ 8 റോളല്ല, അത്രയും പറയാൻ വയ്യാത്ത റോൾസ് പ്ലേ ചെയ്താണ് സദ്ഗുരു ഇതിനെ ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് വേണ്ടി. ഓക്കെ, ഇത് സദ്ഗുരു എന്തോ പറയുന്നത്, അതുകൊണ്ട് എന്തുവാ, സദ്ഗുരുവിൻ്റെ ദേഹം അങ്ങ് പാഴായിപ്പോയി. എപ്പോഴും അസുഖമാണ്, ചെറിയ ചെറിയ അസുഖങ്ങൾ, വലിയ വലിയ അസുഖങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ബ്ലഡേ പോയ്സണായി പോലെ കാണും. പിന്നെ 15 ദിവസം കഴിയുമ്പോൾ ഒന്നുമേ ഇല്ലെന്ന് പറയും. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് ക്യാൻസർ എന്ന് പറയും, 10 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരു ക്യാൻസറും ഇല്ലെന്ന് പറയും. അപ്പോൾ അതൊക്കെ ഈ എനർജി ലെവൽ മാറുമ്പം നമ്മുടെ ദേഹത്ത് ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കണം. അതുമാത്രമല്ല ഇവിടെ ഇപ്പം സദ്ഗുരു പറയുന്നത് എൻ്റെ ദേഹത്തിലുള്ള എനർജിയെ കൂട്ടി കൊടുക്കണം. അതുമാത്രമല്ല, ഇപ്പം വിജയുടെ എനർജിക്ക് വേണ്ടി ഞാൻ തന്നെയാണ് പ്ലേ ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് എക്സ്ട്രാ എനർജി ഉണ്ടാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം ഒരു കൈ കൊണ്ട് 2 ഇൻസ്ട്രുമെൻറ്റ്സ് കളിക്കുന്ന രീതിയിലാണ്. അതായത് ഇപ്പോൾ വീണ കളിക്കാൻ നമുക്ക് 2 കൈയും വേണം. 2 കൈ ഉണ്ടെങ്കിൽ ഒരു വീണയെ വായിക്കാൻ ഒക്കത്തുള്ളൂ, 2 കൈ കൊണ്ട് 2 വീണ വായിക്കാൻ ഒക്കൂ. അതുപോലെയാണ് ഇപ്പം 2 ആളിൻ്റെയും എനർജിക്ക് വേണ്ടി ഒരാൾ തന്നെയാണ് പാടുപെടുന്നത് എന്ന്. അപ്പം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ദേഹരീതിയായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഒരുപാട് ഈ കട്ടികൾ പോലെ അവിടെ ദേഹത്ത് വരും. കുറച്ച് കഴിയുമ്പോൾ അത് തന്നെത്താനെ വരും, തന്നെത്താനെ പൊന്തി വരും, തന്നെത്താനെ അത് അമുങ്ങും. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ദേഹത്ത് നടന്നു. പിന്നെ ഇതിൽ ധ്യാനലിംഗ എന്ന് പറയുന്നതേ, ഇവർ സദ്ഗുരു രാജ എന്ന് പറഞ്ഞ് ഒരു വോളണ്ടിയറുടെ കൂടെ ചെന്നൈയിൽ പോയിട്ട് ആണ് ഈ മാർബിള് തിരഞ്ഞെടുത്തത്. ഈ മാർബിൾ എന്ന് പറയുന്നത് 1000 വർഷം പഴക്കമുള്ള ഒരു മാർബിളാണ്. ഈ ധ്യാനലിംഗം ചെയ്യാൻ അതിൻ്റെ ഔട്ടർ കവർ വേണ്ടേ, അതിൻ്റെ ഒരു കവർ വേണ്ടേ, അപ്പോൾ അത് ചെയ്യുന്നതിന് മാർബിളാണ് ഉപയോഗിച്ചത്. 1000 വർഷം പഴക്കമുള്ള ഹൈ ഡെൻസിറ്റി ഗ്രാനൈറ്റ്, മാർബിളല്ല, ഹൈ ഡെൻസിറ്റി ഗ്രാനൈറ്റ് ഇൻ ഏഷ്യ. അപ്പോൾ ആസിയ ഖണ്ഡത്തിൽ തന്നെ വളരെ ഹൈ ഡെൻസിറ്റി തിക്കായിട്ടുള്ള, അതായത് ഒന്നിനും പൊട്ടരുത് അങ്ങനത്തെ ഒരു ഹൈ ഡെൻസിറ്റി ഗ്രാനൈറ്റാണ് ഇവർ 2 പേരും കൂടെ ചെന്നൈയിൽ പോയി വാങ്ങിച്ചതും അതിൻ്റെ ഷേപ്പിന് ചെയ്യാൻ ഉള്ള ഓർഡറൊക്കെ കൊടുത്തതും കാര്യങ്ങളൊക്കെ. അതൊക്കെ ഇങ്ങനെ സദ്ഗുരു ഇൻസ്ട്രക്ഷൻ കൊടുത്തുകൊണ്ടിരുന്ന് സദ്ഗുരുവിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്, അവിടെ തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത് അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം ചെയ്തത്. പിന്നെ ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ പലതും വേറെ പല പുസ്തകങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. സദ്ഗുരു ഒരു റോഡ് ഇട്ട് ഇങ്ങനെ കുത്തുന്ന പോലെ, നമുക്ക് അത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ നമ്മൾ പുട്ടുകുഴലില്ലേ, പുട്ടുമാവ് ഇടുന്നില്ലയോ, അതുപോലെയാണ് ആ ധ്യാനലിംഗം എന്നുള്ള ഔട്ടർ സ്ട്രക്ചറിനകത്ത് എനർജിയെ ഇടുന്നത്. ഇപ്പോൾ പുട്ടിൽ നമ്മൾ മാവ് ലൂസായിട്ട് വേണം ഇടാൻ, വെച്ച് അടയ്ക്കാൻ ഒക്കത്തില്ല. എന്താ വെച്ചാൽ അത് വഴിയാണ് ആവി കയറി വേവേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, എനർജി ഇട്ട് അടയ്ക്കണം, എനർജി ഇട്ട് അടച്ച് അതിനെ ലോക്ക് ചെയ്യണം. അതുമാത്രമല്ല ഓരോ ചക്രവായിട്ടാണ് ചെയ്യുന്നത് അങ്ങനെ. അപ്പം അതും എങ്ങനെ തുടങ്ങിയെന്ന് വെച്ചാൽ ടോപ്പ് ടു ബോട്ടം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടോപ്പ് ടു ബോട്ടം എന്ന് വെച്ചാൽ ആദ്യം സഹസ്രാര ചക്രം റെഡിയാക്കണം, പിന്നെ ആജ്ഞാചക്രം, പിന്നെ വിശുദ്ധി, അങ്ങനെ ഓരോ ചക്രമായിട്ട്. അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാം കേട്ട് നിങ്ങൾക്കും ഒരുപാട് ചക്രാസിനെ കുറിച്ചൊക്കെ നല്ല ഒരു അറിവ് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂര, ഇത് 3ഉം ലോവർ ചക്രാസ് എന്ന് പറയും. ഈ ലോവർ ചക്രാസ് എന്ന് പറഞ്ഞാൽ താഴ്ന്ന ചക്ര അല്ലെങ്കിൽ കൊള്ളരുതാത്ത ചക്രാസ് എന്നല്ല അർത്ഥം. ഇതും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ദേഹത്ത് ലോവർ ബോഡിയിലുള്ളത്, നമ്മുടെ ദേഹത്ത് താഴത്തെ ഭാഗങ്ങളിലുള്ളതാണ്. അതേസമയത്ത് ദേഹത്ത് മേളിലുള്ള ഭാഗത്തിലുള്ളതാണ് വിശുദ്ധി, ആജ്ഞ, സഹസ്രാരം. അപ്പോൾ ഇത് 3ഉം ഹയർ ചക്രാസ് എന്ന് പറയും. താഴെ ഉള്ള 3ഉം ലോവർ ചക്രാസ് എന്ന് പറയും. ഈ ലോവർ ചക്രാസിനെയും ഹയർ ചക്രാസിനെയും
ജോയിൻ ചെയ്യുന്നതാണ് നമ്മുടെ നെഞ്ചിലുള്ള അനാഹത ചക്ര. അപ്പം സദ്ഗുരു എന്തോ പറയുന്നത് വെച്ചാൽ ഈ ഹയർ ചക്രാസ് ഇടുന്നതിൽ എനിക്ക് ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ല. അപ്പം സഹസ്രാരം തീർന്നു, ആജ്ഞ തീർന്നു, വിശുദ്ധി വന്നു. വിശുദ്ധിയിൽ നല്ല ഒരു പ്രോബ്ലം ഉണ്ടായി. അതിനെക്കുറിച്ച് സെപ്പറേറ്റായിട്ട് ഇപ്പം തന്നെ പറയാം കുറച്ചുകൂടെ. അപ്പോൾ വിശുദ്ധി, പിന്നെ അനാഹത, പിന്നെ മണിപ്പൂര, പിന്നെ സ്വാധിഷ്ഠാന, മൂലാധാര. ഈ താഴത്തെ ചക്രാസ് വരുമ്പം സ്വാധിഷ്ഠാനയിലും മൂലാധാരത്തിലും ഭയങ്കര പ്രയാസങ്ങളുണ്ടായി, ഭയങ്കര പ്രോബ്ലങ്ങൾ. അതിനെ നേരെയാക്കുമ്പം ഒരുപാട് പ്രോബ്ലങ്ങളുണ്ടായി. അപ്പം ഞാൻ ഒരു ഫോട്ടോ കണ്ടിട്ടുണ്ട്. സദ്ഗുരു മേളിൽ നിന്ന് ആ ധ്യാനലിംഗത്തിൻ്റെ മേളിൽ ഒരു കമ്പ് കൊണ്ടിങ്ങനെ കുത്തുന്ന പോലെ, ഒരു കമ്പിൻ്റെ കൂടെ നിൽക്കുന്ന പോലെ ഒരു ഫോട്ടോ കണ്ടു. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തോ അകത്ത് എന്തോ സിമൻറ്റും ഇതൊക്കെ ഇട്ട് കുത്തി നിറയ്ക്കുന്ന പോലെ എന്ന് വിചാരിച്ചു. അപ്പം അത് ഒരു കോപ്പർ റോഡാണ്. ആ കോപ്പർ റോഡിനകത്ത് ഈ പാദരസമുണ്ട്, മെർക്കുറി. അപ്പം മെർക്കുറി നിറഞ്ഞ ഒരു കോപ്പർ റോഡ് കൊണ്ടാണ് ഈ എനർജിയെ അകത്തിട്ട് കുത്തി കുത്തി ഇടിച്ചു വയ്ക്കുന്നത്. അപ്പം ഈ റോഡ് വളരെ സൂക്ഷിച്ച് സദ്ഗുരുവിൻ്റെ വീട്ടിലാണ് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, ഈ എനർജി നിറയ്ക്കുന്ന സംഭവങ്ങളെല്ലാം രാത്രിയാണ് തുടങ്ങുന്നത്. അപ്പം എപ്പോഴും ധ്യാനലിംഗത്തിനെ ചുറ്റി ആൾക്കാരെ ഈ ഗാർഡ് പോലെ നിർത്തിയിട്ടുണ്ട്. ഈ രാജ, അല്ലാതെ അവിടുത്തെ വളരെ സീനിയറായിട്ടുള്ള മെഡിറ്റേറ്റേഴ്സ്, ഈശ സെൻറ്ററിലുള്ള മെഡിറ്റേറ്റേഴ്സ്, അവരെല്ലാം എപ്പോഴും അവിടെ ചുറ്റിയിലും കാവലിനിരുത്തും. അതിനെന്തെങ്കിലും ആയിപ്പോയാലോ, അത് കമന്ന് വീണാലോ, അത് പൊട്ടിപ്പോയാലോ, എന്തെങ്കിലും ആയിപ്പോയാൽ സദ്ഗുരുവിന് അറിയണം. അപ്പോൾ അവരെല്ലാം അവിടെ ഇരുത്തിയിട്ട് സദ്ഗുരു വീട്ടിലാണ് രാത്രി ജോലി തുടങ്ങുന്നത്, എനർജി പകരുന്ന ജോലി. അപ്പം എപ്പം ഈ റോഡ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നോ അപ്പം തന്നെ ഈ ധ്യാനലിംഗത്തിനെ ചുറ്റിയിരിക്കുന്നവർക്കെല്ലാം ആ എനർജിയുടെ വ്യത്യാസം അറിയും. അവരവരുടെ ദേഹത്ത് അതിൻ്റെ വ്യത്യാസങ്ങൾ അറിയും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഈ സ്വാധിഷ്ഠാന മൂലാധാരം വരുമ്പം ഒരുപാട് പ്രയാസങ്ങളുണ്ടായി. എന്തായിരുന്നാലും എല്ലാം ഒരുവിധം അത് ശരിയായി. ഇപ്പം ഈ വിശുദ്ധിയുടെ സെപ്പറേറ്റ് കഥ എന്തുവാ? അതായത് ഈ വിശുദ്ധി എന്ന് പറയുന്നത് ഈ തൊണ്ടക്കുഴി എന്ന് പറയും. ഇവിടെ ഒരു ചെറിയ കുഴിയുണ്ട്. ഈ തൊണ്ടക്കുഴിയിലുള്ള ചക്രായുടെ പേരാണ് വിശുദ്ധി. ഈ വിശുദ്ധി എന്ന് നമ്മൾ ഇവിടെ തൊട്ട് കാണിച്ചാലും, ആജ്ഞ എന്ന് നമ്മൾ ഇവിടെ തൊട്ട് കാണിച്ചാലും ശരിക്കും അത് ഉള്ളത് പുറയിലാണ്. അപ്പം ഇതേ സ്ഥലത്ത് പുറയിലാണ് നമ്മുടെ നട്ടെല്ലിൻ്റെ ഏകദേശം ആ ഭാഗത്തായിരിക്കും ഈ ചക്രാസ് എല്ലാം വരുന്നത്. അപ്പം ഈ വിശുദ്ധി ചക്രയുടെ പ്രാധാന്യം എന്തുവാന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പവർ ഓഫ് വാട്ട്? കമ്മ്യൂണിക്കേഷൻ. അപ്പം നമ്മൾ ഒരു കാര്യം സംസാരിക്കുന്നു, അതിനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അതിലൊക്കെ നല്ല ഒരു എക്സ്പെർട്ടൈസ് വേണം. ചില ടീച്ചർമാർ പറഞ്ഞു തരുന്നത് പോലും ശരിക്കും നമുക്ക് മനസ്സിലാവത്തില്ല. ചില ആളുകൾ സംസാരിക്കുന്നത് വളവള കുഴ എന്ന് പറയും എന്നല്ലാതെ എന്തുവാ അവർ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തുവാ അവർ നമ്മളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവത്തില്ല. അങ്ങനെയൊക്കെയാണ് ഒരുപാട് പേര് സംസാരിക്കുന്നത്. ചിലർ പറയുന്നതിൽ 100% ക്ലാരിറ്റി. ഇപ്പോൾ സദ്ഗുരുവിൻ്റെ വീഡിയോയിലൊക്കെ സദ്ഗുരു സംസാരിക്കുന്നത് കേട്ട് നോക്കണം. വെട്ടൊന്ന് തുണ്ട് രണ്ട്, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണോ അല്ലെങ്കിൽ അങ്ങനെയാണോ, അതായിരിക്കുമോ, ഒന്നുമല്ല, പിടി നാ, അങ്ങനത്തെ സംസാരം. അപ്പം ആ പവർ ഓഫ് കമ്മ്യൂണിക്കേഷൻ, സെൽഫ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത് ഈ വിശുദ്ധി ചക്രയെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ നടക്കത്തുള്ളൂ. അതുമാത്രമല്ല, അത് ഹീലിങ്ങിന് പ്രയോജനപ്പെടും. ഹയർ ലെവലിലുള്ള കമ്മ്യൂണിക്കേഷന് അത് പ്രയോജനപ്പെടും. അങ്ങനെ വിശുദ്ധി ചക്രയ്ക്ക് ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മുടെ ഹീലിങ്ങിന്, ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങൾ, അതെല്ലാം ഈ വിശുദ്ധി ചക്രയിലാണ് നടക്കുന്നത്. അപ്പം സഹസ്രാരം ഓക്കെ, ആജ്ഞ ഓക്കെ. അടുത്തത് വിശുദ്ധിക്ക് വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരുപാട് പ്രയാസങ്ങളുണ്ടായി.
അപ്പം അദ്ദേഹത്തിന് ഒരു ഐഡിയ തോന്നി. അവിടെ ഈ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ എനർജി കൂടി വരുമ്പം ഈ വേറെ പല അലഞ്ഞു തിരിയുന്ന ആത്മാക്കൾ നമ്മളെ തേടി വരും. അതുകൊണ്ട് തന്നെയാണ് രാത്രി 12-ന് ശേഷം വെളിയിൽ പോകരുത്, ഓപ്പൺ ടെറസിൽ കിടക്കരുത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഒരു യോഗിക്ക് 3 മണിക്കൂറേ ഉറങ്ങാൻ പറഞ്ഞിട്ടുള്ളൂ. ആ 3 മണിക്കൂർ എന്ന് പറയുന്നത് ഈ രാത്രി 12 തൊട്ട് വെളുപ്പാൻ രാവിലെ 3 മണി വരെയിലുമാണ്. എന്താണെന്ന് വെച്ചാൽ ആ 3 മണിക്കൂറാണ് ഈ ഒരു സ്ഥലത്തും എത്താൻ പറ്റാത്ത പല ആത്മാക്കൾ അലഞ്ഞു തിരിയുന്നത്. അപ്പം അലഞ്ഞു തിരിയുമ്പം നമ്മൾ നല്ല രീതിയിൽ എനർജി മെഡിറ്റേഷൻ ചെയ്ത് എനർജി കൂടി വന്നാലേ അവർ വന്ന് നമ്മളുടെ കൂടെ അറ്റാച്ചാകും. അതാണ് ബാധ കയറുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ ചിലർക്കൊക്കെ ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഈ അറ്റാച്ച്മെൻറ്റ്സ് കൊണ്ടാണ്. ഓക്കെ, അപ്പം ഈ ബാധക ഈ മണിച്ചിത്രത്താഴിലൊക്കെ കാണിച്ചില്ലയോ, അതുപോലെയൊക്കെ കാണുന്നത് അവരുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം ഒക്കെ ടോട്ടലി വേറെ ആയിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെ ഒരു അലഞ്ഞു തിരിയുന്ന ഒരു ആത്മാവിനെ സദ്ഗുരുവിന് കിട്ടി. അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ധ്യാനലിംഗം ചെയ്യുന്നു, അതിനു വേണ്ടി നിൻ്റെ എനർജിയെ പകരാൻ പറ്റുമോ? എന്നുവെച്ചാൽ ഈ ആവി എന്ന് പറയുന്നത് ഡിസംബോഡീഡ് ബീയിങ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസംബോഡീഡ് യോഗി, അതായത് നല്ല ഒരു യോഗിയാണ്. പക്ഷേ എന്ത് കാരണവശാലോ യോഗിക്ക് ലൈറ്റ് വേൾഡിൽ പോകാൻ പറ്റുന്നില്ല, മേളിലും പോകാൻ പറ്റുന്നില്ല, താഴെയും വരാൻ പറ്റുന്നില്ല. അങ്ങനെ കുറച്ച് പ്രയാസത്തിലായിരുന്നു. അപ്പോൾ ആ യോഗിയെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ധ്യാനലിംഗം ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ എനർജിയെ അതിന് തരുമോന്ന്. യോഗിക്ക് ഭയങ്കര ഹാപ്പി, പിന്നെന്താ എന്ന് പറഞ്ഞ്. അങ്ങനെ വിശുദ്ധി ചക്ര ചെയ്യുമ്പം ആ യോഗിയുടെ എനർജി, യോഗിയെ പിടിച്ചല്ല ഇരുത്തിയത്, യോഗിയുടെ എനർജി നല്ല മനസ്സിലാക്കണം. ബോഡിയോട് കൂടിയുള്ള യോഗിയല്ല അതിനകത്ത് പിടിച്ച് കിടത്തിയത്. ആ ഡിസംബോഡീഡ് എന്ന് പറഞ്ഞാൽ ബോഡിയെ വിട്ട് വെളിയിൽ വന്ന എനർജിയാണ്, ഇല്ലയോ? അപ്പം ആ എനർജിയെ ഞാൻ ധ്യാനലിംഗത്തിലോട്ട് പകർത്തട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചപ്പം ഭയങ്കരമായിട്ട് സന്തോഷമായി യോഗിക്ക്. സമ്മതം എന്ന് പറഞ്ഞേ പിന്നീട് ഒരു പ്രോസസ്സ് അവിടെ നടത്തി, ഒരു തേങ്ങയെ 2ആയിട്ട് വെട്ടി അതിനകത്ത് ആ യോഗിയുടെ എനർജിയെ പിടിച്ചു. ഇതെല്ലാം അവിടുത്തെ ആൾക്കാർ 10, 100, 500 പേര് 600 പേര് ചുറ്റിലും ഇരുന്ന് എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുവാണ്. അവരുടെയൊക്കെ മുമ്പിലാണ് ചെയ്യുന്നത്. ഓരോ സ്റ്റെപ്പായിട്ട് പറയാൻ പറ്റിയില്ലെങ്കിലും രത്നച്ചുരുക്കത്തിൽ ഉടനെ അത് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുവാണ്. ഒരു ടീച്ചർ ഒരു ലാബിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്ന പോലാണ് സദ്ഗുരു അതിനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവിടുത്തെ ആൾക്കാർക്കെല്ലാം ഈ ഹൈ ലെവൽ എനർജി വന്ന് അവർക്കേ ഇപ്പം പോയാൽ മതി എന്നുള്ള ഒരു തോന്നലാണ് അവരെ ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുക. അവരുടെ ജീവൻ തന്നെ അവരുടെ ദേഹത്ത് ഇങ്ങനെ ഒട്ടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ ഈ ഒരു അമാവാസ രാത്രി ഈ തേങ്ങ ഉടച്ച് ഇങ്ങനെ വെച്ച് ആ ഡിസംബോഡീഡ് യോഗി, അതായത് അലയുന്ന ആത്മാവ് യോഗിയുടെ എനർജിയെ പിടിച്ചു. അങ്ങനെ ഈ വെച്ചപ്പോഴത്തേക്ക് അതിനകത്തൊരു ചെറിയ പാമ്പ് ഓടി വരുന്നു. അതും സദ്ഗുരുവിന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. അവിടെ ഉള്ളവർക്കും കേട്ട് ഇപ്പം എല്ലാം മനസ്സിലായി. അതായത് എവിടെ എനർജി ലെവൽ കൂടുന്നോ അവിടെയൊക്കെ പാമ്പുകൾ തേടി വരും. അതും നമുക്ക് നേരത്തെ സദ്ഗുരു പറഞ്ഞിട്ടുണ്ട്. ചാമുണ്ഡി ഹിൽസിൽ ഉച്ചയ്ക്ക് അവിടെ പോയി ധ്യാനം ചെയ്യുമ്പം അദ്ദേഹത്തിൻ്റെ ദേഹത്ത് ഇങ്ങനെ എനർജി കൂടി വരുമ്പം ആ എനർജിയെ മനസ്സിലാക്കി ഒരുപാട് പാമ്പുകൾ വന്ന് അദ്ദേഹത്തിനെ ചുറ്റിയിലും അവിടെ ഇരിക്കും. ഇദ്ദേഹം ഇറങ്ങി പോകുമ്പം അതുങ്ങളുടെ പാട്ടിന് അവരുടെ കൂട്ടിനകത്ത് പോയി അടയും. അപ്പം എനർജിയോട് സംബന്ധപ്പെട്ട ഒരു പ്രാണിയാണ് ഈ സ്നേക്ക്, പാമ്പ്. അപ്പം അവിടെ ഒരു ചെറിയ പാമ്പിനെ പോലും കണ്ടു. പിന്നെ എന്തായിരുന്നാലും ആ യോഗിയുടെ എനർജിയെ പിടിച്ച് അതിനെയാണ് വിശുദ്ധി ചക്ര ലെവലിൽ വെച്ചിരിക്കുന്നത്. ഓക്കെ,
വേറൊരു കാര്യം, അതായത് ഇതിങ്ങനെ ചെയ്യേ എനർജി കൂടി ഏത് നിമിഷവും സദ്ഗുരു മരിക്കാവുന്നുള്ള സ്റ്റേജിൽ വന്നു. ദേഹത്ത് പല ഉപാധികളുണ്ടായിരുന്നു, അത് വേറെ. അസുഖങ്ങൾ വരുന്നു, അത് വേറെ. അത് മാത്രമല്ല, ഇത് ഏത് സെക്കൻഡും ജീവൻ ദേഹത്തിനെ കളഞ്ഞിട്ടങ്ങ് പോകും. ആ ലെവലിലാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ നേരത്തെ ഈ ഭോജ്പൂരിൽ ഒരു ധ്യാനലിംഗം ഉണ്ടാക്കി ഒരു ശിഷ്യൻ്റെ അടുത്ത് അതിനെ ലോക്ക് ചെയ്യാൻ പറഞ്ഞു. മെയിൻ യോഗി മരിച്ചപ്പോഴത്തേക്ക് ശിഷ്യൻ ലോക്ക് ചെയ്യാൻ മറന്നു. അതുകൊണ്ട് ഇപ്പോഴും അതിൽ നിന്ന് എനർജി വെളിയിൽ വന്നുകൊണ്ടിരിക്കുവാന്ന് നമ്മൾ കണ്ടല്ലോ. അത് ഭോപ്പാലിൽ, മധ്യപ്രദേശിൽ ഭോപ്പാലിലുള്ള ഭോജ്പൂർ എന്നുള്ള സ്ഥലത്ത് ഇപ്പോഴും ആ ധ്യാനലിംഗം ഉണ്ട്. അത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അടിയിലാണ് ഉള്ളത്. അതുപോലെ ഇവിടെയും ഏത് സമയത്തും സദ്ഗുരു മരിക്കുക എന്നുള്ള ഒരു നിലപാടായിരുന്നു അവിടെ. അങ്ങനെ മരിച്ചു പോയാൽ പിന്നെ അതിനെ ലോക്ക് ചെയ്യാൻ ആരാ? അപ്പോൾ അതിനെ ലോക്ക് ചെയ്യാനൊക്കെ ആൾക്കാരെ ഏർപ്പെടുത്തി. ഓക്കെ, അതുമാത്രമല്ല, ഈ സദ്ഗുരു പല മാജിക്കുകളാണ് അവിടെ ചെയ്ത് കാണിക്കുന്നത്. മാജിക് എന്ന് വെച്ചാൽ ഇതൊക്കെ കോൺസെൻട്രേഷൻ ഓഫ് ധ്യാനലിംഗ ചെയ്യുമ്പം തന്നെത്താനെ ഉണ്ടാകുന്ന സംഗതികൾ ആളുകൾക്ക് ചുറ്റിയിരിക്കുന്നവർക്കൊക്കെ കാണുമ്പം മാജിക്കായിട്ടാണ് തോന്നുന്നത്. അപ്പം ഒരു പ്രാവശ്യം എല്ലാവരും കാണക്കെ, എല്ലാവരും നോക്കൂ, ശ്രദ്ധിച്ച് നോക്കൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഒന്ന് തട്ടി, ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലാപ്പ് അടിച്ചപ്പോഴത്തേക്ക് ധ്യാനലിംഗത്തിൽ വെർട്ടിക്കലായിട്ട് ഒരു ഹെയർ ലൈൻ ക്രാക്ക് ഉണ്ടായി. ക്രാക്ക് എന്ന് വെച്ചാൽ ഒരു വിള്ളൽ, ഒരു ചെറിയ ഗ്യാപ്പ്. ഹെയർ ലൈൻ എന്ന് വെച്ചാൽ ഈ ഹെയർ ലൈൻ ഫ്രാക്ചർ എന്ന് പറയത്തില്ലേ, വലിയ ഫ്രാക്ചറായിട്ട് പാളമായിട്ട് രണ്ടായിട്ട് പിരിഞ്ഞ് പൊട്ടിയതല്ല, ഒരു ഈ നമ്മുടെ മുടിയുടെ അത്രയുമുള്ള തിക്നെസ്സിലുള്ള ഒരു ക്രാക്ക്, ഒരു ഗ്യാപ്പ് ഉണ്ടായി. പിന്നാണ് പറഞ്ഞേ അത് എന്തിനാന്ന് വെച്ചാൽ അത് ഈ അഥവാ ലോക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നേരത്തെ ഭോജ്പൂരിൽ നടന്ന പോലെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശത്താൽ സദ്ഗുരു മരിക്കേണ്ടി വന്നാൽ അത് ലോക്ക് ചെയ്യാൻ ആളുകളെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും അതിൽ നിന്ന് ഒരുപാട് കൂടുതൽ എനർജി ആയിപ്പോയാൽ അതിനെ വെളിയിലെടുക്കാനുള്ള ഒരു മാർഗം, വെളിയിലെടുക്കാൻ വെച്ചാൽ നമ്മൾ കൈയിട്ട് എടുക്കാനല്ല, അത് തന്നെത്താനെ വരാനുള്ള ഒരു മാർഗം. ജസ്റ്റ് ഇങ്ങനെ ഒരു കൈ തട്ടിയതേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അതിനകത്തൊരു വിള്ളൽ, ഒരു ചെറിയ ഒരു ഗ്യാപ്പ്. അങ്ങനെയൊക്കെ എല്ലാ പഴുതുകളും അടച്ചാണ്, എല്ലാ ഓട്ടകളും പഴുതുകളും അടച്ചാണ് ഈ ധ്യാനലിംഗത്തിനെ ഒരുവിധം കംപ്ലീറ്റ് ആക്കിയത്. അപ്പോഴത്തേക്ക് അപ്പം ആൾക്കാരെല്ലാം ചുറ്റിയിരുത്തി കംപ്ലീറ്റ് ആയി, എല്ലാം ശരിയായി എന്ന് പറഞ്ഞ് ചിലരെയൊക്കെ ധ്യാനലിംഗത്തിനെ ഫേസ് ചെയ്തിരിക്കാൻ പറഞ്ഞു, ചിലരെയൊക്കെ അങ്ങോട്ട് പുറം കാണിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അതിനൊക്കെ എല്ലാം അർത്ഥമുണ്ട്, നമുക്കറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാവരും അങ്ങനെ ഇരുത്തി ഒടുക്കം ഒരുവിധം ധ്യാനലിംഗം ശരിയായപ്പം തടുന്നൊരു ശബ്ദം കേട്ടു. സദ്ഗുരു അങ്ങ് മറിഞ്ഞു വീണു. മറിഞ്ഞ് വീണപ്പം മരിച്ചില്ല, എവിടോ കുറച്ച് ജീവൻ അവിടെ ഒട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു 3 ദിവസത്തേക്ക് അദ്ദേഹത്തിന് എണ്ണിക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ബോഡിയെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് മോശപ്പെട്ട രീതിയിലായിരുന്നു ദേഹത്തിൻ്റെ സ്ഥിതിഗതികൾ. അതിനെ തിരിച്ച് സദ്ഗുരു ജീവനോട് വരുമെന്ന് ആരും വിചാരിച്ചില്ല. പല മെത്തേഡുകൾ ആളുകൾ ചെയ്തു നോക്കി. ഇപ്പം മറ്റവർക്കാണെങ്കിൽ സദ്ഗുരുവിനെ കൊണ്ട് ചെയ്യാൻ പറ്റും, പക്ഷേ സദ്ഗുരുവിനെ ഇങ്ങനെ വരുമ്പം എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, എന്നാലും അവർക്കൊന്നും അത് ചെയ്ത് ശരിയാവില്ല. പക്ഷേ പിന്നെ വിജിയുടെ കാര്യം പറഞ്ഞ പോലെ ഈ മഹാസമാധിയൊന്നും ആയില്ല, ജീവൻ കിടപ്പുണ്ട് അതിനകത്ത്. സദ്ഗുരുവിൻ്റെ ദേഹത്ത് ജീവൻ കിടപ്പുണ്ട്, പക്ഷേ അത് ബോഡി അതിനെ താങ്ങുന്നില്ല. അങ്ങനെ പിന്നെ അപ്പം എല്ലാ വഴിയും നോക്കിയപ്പം ഭാരതി അടുത്ത് പോയി, നമുക്കൊന്ന് റൈഡ് ചെയ്താലോ,
എന്നുവെച്ചാൽ സദ്ഗുരുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മോട്ടോർ ബൈക്ക് ഓട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന് എന്ത് പറഞ്ഞാൽ കണ്ണ് തുറക്കും എന്നിങ്ങനെ എല്ലാവരും പല പല മെത്തേഡുകളാണ് ഉപയോഗിച്ച് നോക്കുന്നത്. അങ്ങനെ ഭാരതി അടുത്ത് പോയിട്ട് നോക്കി, സദ്ഗുരു നമുക്ക് ബൈക്ക് എടുത്തുകൊണ്ട് റോഡിലൊന്ന് കറങ്ങിയിട്ട് വന്നാലോ എന്ന് ചോദിച്ചപ്പം കണ്ണ് തുറന്ന് നോക്കി. അപ്പം ഇദ്ദേഹം തിരിച്ച് മരിച്ചു എന്നുള്ള രീതിയിലായിരുന്നു കിടന്നത്. പിന്നെ എന്തായിരുന്നാലും തിരിച്ചു വന്നു. അപ്പം അദ്ദേഹം പറയുന്നത്, ഞാൻ തിരിച്ചു വന്നത് എന്നെ വിശ്വസിച്ച് എത്രയോ പേര് ഈ ആശ്രമത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ കരകയറ്റാതെ ഞാനങ്ങ് പോകുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചും വരാൻ തീരുമാനിച്ചത് എന്നാണ്. അപ്പം പിന്നെ ഈ കാലിൽ സദ്ഗുരു ഇപ്പോഴും ഒരു തള ഇട്ടിട്ടുണ്ട്, കോപ്പറിൽ ചെയ്ത് ഇതുപോലെ ഇത് മോതിരം, അതുപോലെ ഒരു തള ഇട്ടിട്ടുണ്ട്. ആ തള എന്തിനാന്ന് വെച്ചാൽ ആ തളയാണ് ആ ജീവനെ ബോഡിയുടെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്ന് ആ തള മാറ്റുന്നോ ആ മാറ്റി 40ാമത്തെ ദിവസം മരിക്കും, അദ്ദേഹം മരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പം മരിക്കാതെ കിടക്കാൻ വേണ്ടിയാണ് ഈ തള കാലിലിട്ടിരിക്കുന്നത്. നമുക്കും എല്ലാവർക്കും ഇത് ഇടാൻ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. ബിക്കോസ് ഐ വോണ്ട് യു ടു ലീവ് ലോങ് എന്നാണ് സദ്ഗുരു പറഞ്ഞത്. നിങ്ങൾ ഇപ്പോഴേ ഒന്നും സമാധിയൊന്നും അടയേണ്ട കാര്യമില്ല. നിങ്ങൾ ജീവിച്ച് ലൈഫിനെ എൻജോയ് ചെയ്ത് നിങ്ങളുടെ ചെയ്യേണ്ടിയ കടമകളെല്ലാം ചെയ്തിട്ട് വാ, അതുവരെ നിങ്ങൾ ജീവിച്ചിരിക്കണമെന്ന് പറഞ്ഞാണ് സദ്ഗുരുവിൻ്റെ ഫോളോവേഴ്സിനെല്ലാം ഇതൊന്ന് ഇടാൻ പറഞ്ഞത്. ഇപ്പം ഇത് ഞാനിട്ട് ഒരു 7-8 വർഷമായി, അങ്ങനെ തന്നെ കിടപ്പുണ്ട്. 20 രൂപ എന്ന് വാങ്ങിച്ചതാണ്. ആർക്ക് വേണമെങ്കിലും അവിടെ പോകുമ്പം വാങ്ങിക്കാം. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ധ്യാനലിംഗത്തിനെ പ്രതിഷ്ഠ ചെയ്തത്. അപ്പം ഇതുവരെ അങ്ങോട്ട് പോകാത്തവർ തീർച്ചയായിട്ടും ഒരു 3 ദിവസം കോട്ടേജൊക്കെ ബുക്ക് ചെയ്ത് എല്ലാവരുമായിട്ട് പോയി അവിടെ നിന്ന് ധ്യാനലിംഗത്തിനകത്തൊക്കെ കയറി. സാധാരണ പോകുമ്പം 15 മിനിറ്റ്സേ ഇത് ധ്യാനം ചെയ്യാൻ സമയമുള്ളൂ. 15 മിനിറ്റ്സ് കഴിയുമ്പം ബെല്ലടിക്കും. അപ്പം നമ്മൾ ഇറങ്ങി വരണം. ഇല്ല, എനിക്ക് കൂടുതൽ നേരം ധ്യാനം ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വോളണ്ടിയേഴ്സ്, ഈ ബെല്ലടിക്കുന്ന വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പറയണം. അല്ലെങ്കിൽ അവർ നമ്മളെ വന്ന് എണിപ്പിക്കും. അല്ലെങ്കിൽ ഒരു മൂലയിലിരുന്നിട്ട് ഞാനിപ്പം വരുന്നില്ല, അല്ലെങ്കിൽ നേരത്തെ അവരടുത്ത് പറഞ്ഞിട്ട് നമ്മൾ ധ്യാനത്തിലിരുന്നാൽ നമുക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാതെ 1/2 മണിക്കൂർ 1 മണിക്കൂർ അവിടെ ഇരുന്ന് ചെയ്യാം. അപ്പം ഇതൊക്കെ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ പോയി കാണേണ്ടിയ സ്ഥലങ്ങളാണ്. അവിടെ പോയി ഇരുന്ന് ധ്യാനിച്ചിട്ട് വരിക. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.